നമസ്കാരം. വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, ചേട്ടൻ ബാവ അനിയൻ ബാവ എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ ഹിറ്റായിട്ടുള്ളൊരു സിനിമയാണ്. ഏകദേശം 25 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണ്. രാജസേനനാണ് എൻ്റെ സംവിധായകൻ. വളരെ ഹിറ്റായിട്ട് കേരളത്തിലൂടെ ഈ സിനിമയാണ്. അതുകൂടാതെ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിറ്റായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ചേട്ടൻ ബാവ അനിയൻ ബാവ എന്നുള്ളൊരു പദപ്രയോഗം. അത് ഉദ്ദേശിക്കുന്നത്, ചേട്ടൻ ബാവ എന്ന് ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദിയും അനിയൻ ബാവ എന്ന് ഉദ്ദേശിക്കുന്നത് പിണറായി വിജയനെയുമാണ്. കാരണം കേരളത്തിൽ കഴിഞ്ഞ ഒരു 8.5 വർഷമായിട്ട് ഒരുപാട് തരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഈ ആരോപണങ്ങൾ പലതും പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ മണ്ണിനടിയിൽ അരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടകര കുഴൽപ്പണക്കേസ് എവിടെ പോയി? ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഇത് വളരെ വലിയൊരു ചോദ്യമായിരുന്നു. ഈ കൊടകര കുഴൽപ്പണക്കേസിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്. പക്ഷെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. കാരണം പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കരുവന്നൂരിലെ ബാങ്ക് കൊള്ളയടിച്ച ഒരാളെപ്പോലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചാണ് സുരേഷ് ഗോപിയെ അവിടെ നിന്ന് പ്രധാനമന്ത്രി വിജയിപ്പിച്ചത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഈ കരുവന്നൂർ കേസിനെ കുറിച്ച് ഇപ്പോൾ BJPയോ അന്വേഷണ ഏജൻസികളോ ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൊടകര കുഴൽപ്പണ കേസ് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുറച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിലും പിന്നീടത് വിസ്മൃതിയിലാവുന്ന കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് പറയാനും ചർച്ച ചെയ്യാതിരിക്കാനും സാധിക്കാത്ത ഒരു പ്രമുഖ കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് കണ്ണൂർ എഴിയമായിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യ. ആ നവീൻ ബാബുവിന്റെ ആത്മഹത്യ കൊലപാതകമാണ് എന്ന രീതിയിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കേരളത്തിൽ CPM ആണോ ആർക്കും എന്തും ചെയ്യാം, BJP ആണോ എന്തും കേരളത്തിൽ ചെയ്യാം, എന്ത് കൊള്ളയും കൊള്ളിവെപ്പും കേരളത്തിൽ നടത്താം, കൊലപാതകം കേരളത്തിൽ നടത്താം എന്ന അവസ്ഥയിലേക്ക്, അതായത് CPMന്റെയും BJPയുടെയും പരസ്പര ധാരണ പ്രകാരമുള്ള ഒരു ഏകാധിപത്യ രാജാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികളും ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നുവെങ്കിൽ പോലും പത്രമാധ്യമങ്ങൾ പോലും അതൊരു വാർത്തയാക്കാനോ ആ വാർത്തയുടെ ഫോളോ അപ്പ് നടത്താനോ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഈ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ അപകടകരമാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിലെ പത്രമാധ്യമങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളുടെ മുതലാളിമാരെ പലരെയും ഭരിക്കുന്ന ആളുകൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, അതല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പണ്ടൊക്കെ ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു തൂണായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങളെയും പത്രമാധ്യമങ്ങളെയും ഒക്കെ ഭരിക്കുന്ന ആളുകൾ വിലക്കെടുത്തിരിക്കുന്നു. അതല്ലെങ്കിൽ ഇതൊക്കെ ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഒക്കെ ഓണർഷിപ്പിലിരിക്കുന്നവർക്ക് പലതും മറച്ചു വെക്കാനുണ്ട്. അതല്ലെങ്കിൽ ഭരണപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ശക്തമായ നടപടികൾ ഉണ്ടായാൽ അവർക്ക് കൽത്തുറങ്കിലാകുമെന്ന ഭയവും ഈ ദൃശ്യമാധ്യമങ്ങളുടെ മുതലാളിമാർക്കുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് BJPയുടെയും CPMന്റെയും ഏകാധിപത്യ രാജാണ് എന്നൊരു ചർച്ച പൊതുസമൂഹത്തിലുണ്ട്. ഈ പൊതുസമൂഹത്തിന് രക്ഷകരായിട്ട് ആര് വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ നമുക്കറിയാം, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം സ്വർണ്ണക്കടത്ത് കേസായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് സ്വർണ്ണം കടക്കുന്നൊന്നും കള്ളക്കടത്തായിട്ട് സ്വർണ്ണം വരുന്നു എന്നൊക്കെ പറയുന്ന ഒരു വാർത്തയില്ല, അതൊരു കൗതുകമില്ല. കാരണം കേരളത്തിലൊരു കഴിഞ്ഞ 50 വർഷക്കാലത്തിലേറെയായിട്ട് നിരവധി ആളുകൾ പണക്കാരായതും ഒക്കെ വിദേശത്തു നിന്ന് സ്വർണ്ണം കടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ടും ഈ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ സ്വർണ്ണക്കടത്ത് നടത്തി, കപ്പൽ മാർഗവും കടൽ എല്ലാത്തെയും ഒക്കെ പല രീതിയിൽ സ്വർണ്ണം കടത്തി കേരളത്തിൽ കൊണ്ടുവന്ന് വിറ്റ് പണമുണ്ടാക്കിയവരാണ് നമ്മുടെ ഇപ്പോൾ ഇന്നറിയപ്പെടുന്ന പല വലിയ വ്യവസായികളും. നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തി എന്ന കേസിൽ നമുക്കറിയാം, കുറേ ഏതാണ്ടൊരു 4-5 മാസക്കാലം കേരളത്തിൽ ഏറ്റവും ചൂടേറിയ ചർച്ചയായിരുന്നു. കേരളത്തിൽ വലിയ രാഷ്ട്രീയമായി വലിയ കോളിളക്കങ്ങ് സൃഷ്ടിച്ച ഒരു കേസായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ്, നയതന്ത്ര ബാഗേജ്. എന്താണ് ആ കേസിന് പിന്നീട് സംഭവിച്ചത് എന്നുള്ള പരിശോധിച്ച് നോക്കുമ്പോൾ, ആ കേസ് എങ്ങനെയാണ് തേഞ്ഞു മാഞ്ഞു പോയെന്നുള്ളത് നോക്കുമ്പോൾ നമുക്കൊക്കെ അത്ഭുതം തോന്നും. കാരണം പത്രമാധ്യമങ്ങൾ, എൻ്റെ ഓർമ്മയാണ് ശരിയാണെങ്കിൽ 49 ദിവസം 1ാം പേജിൽ പ്രധാന വാർത്തയായി കൊടുത്തിരുന്നത് ഈ നയതന്ത്ര ബാഗേജ് ത്രൂ ഉള്ള സ്വർണ്ണക്കടത്തും
അതിനുശേഷം അതിലെ പ്രതികളായിരുന്ന ആളുകളുമായി ഉണ്ടായ വിവിധ വിഷയങ്ങൾ, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന്റെ ആയിട്ടുള്ള ഇവരുടെ ബന്ധം, സ്വപ്ന സുരേഷുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധം, ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ആരോപണങ്ങൾ, സ്വപ്ന സുരേഷിന്റെ ബിരുദവുമായുള്ള ബന്ധങ്ങൾ, എങ്ങനെയാണ് അവർക്ക് പിന്നീട് വലിയ ശമ്പളം കിട്ടുന്ന ജോലി ലഭിച്ചത്, അവർക്ക് എന്തായിരുന്നു ഇതിലുള്ള ബന്ധം, എങ്ങനെയാണ് അവർ നയതന്ത്ര ബാഗേജ് ത്രൂ സ്വർണം കടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇവരെ ലിങ്ക് ചെയ്തത്, തുടങ്ങി നിരവധി ബന്ധങ്ങൾ. പിന്നീട് രണ്ടാമതായി ഉയർന്നു വന്നൊരു വലിയ വിഷയം എന്ന് പറയുന്നത് അന്ന് മന്ത്രിയായിരുന്ന KT ജലീലിന്റെ ഇതിലുള്ള പങ്കാളിത്തം എന്തായിരുന്നു, ഖുറാനിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞുള്ള ആരോപണം. ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ, ചോദ്യം ചെയ്യല്, NIA ചോദ്യം ചെയ്യല്, മറ്റ് വിവിധ ഏജൻസികളുടെ ചോദ്യം ചെയ്യല്, ED ചോദ്യം ചെയ്യല്, അറസ്റ്റ്, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? ആ കേസ് എന്തായി? ആ കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ അവസാനം സംഭവിച്ചതെന്നുള്ളതിന് കേരളത്തിൽ ആർക്കെങ്കിലും നിശ്ചയമുണ്ടോ? ഈ കേരളത്തിൽ ഇത്രയൊക്കെ വിവാദ വിഷയമായ മറ്റൊരു വിഷയമായിരുന്നു കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ, വീണയുടെ കമ്പനിയുമായി ഉണ്ടായ വിഷയങ്ങൾ, അതിൽ മാസപ്പടി കേസ് എന്ന് നടത്തിയ ഏറ്റവും വലിയ സംഭവങ്ങളായിരുന്നു നടന്നത്. എങ്ങനെയാണ് എക്സാലോജിക് എന്നുള്ള കമ്പനി ഈ കരിമണൽ കർത്തയിലെ CMRലുമായിട്ട് എങ്ങനെയാണ് ഒരു വ്യാജരേഖ ഉണ്ടാക്കി പണം കൈപ്പറ്റിയത്, കൊടുക്കാത്ത സേവനത്തിന് പണം എങ്ങനെ കൈപ്പറ്റിയതിനെ കുറിച്ചുള്ള വലിയ തർക്കങ്ങളാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലം ഇതേ സമയത്തൊക്കെ ഏറ്റവും വലിയ ചൂടേറിയ ചർച്ച കേരളത്തിലെ രാഷ്ട്രീയത്തിലുണ്ടായത് എന്താണ്? വീണ വിജയന്റെ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട എക്സാലോജിക് കമ്പനിക്ക് എന്തിനാണ് CMRൽ എല്ലാ മാസവും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ടിരുന്നതിനുള്ള വലിയ ചോദ്യങ്ങളായിരുന്നു. ഈ ചോദ്യങ്ങൾക്കൊക്കെ CPMന്റെ പല നേതാക്കന്മാരും പല മുട്ടുന്യായങ്ങൾ പറഞ്ഞ് ആളുകളെ പ്രതിരോധിക്കുന്ന കാഴ്ചയുണ്ട്. കഴിഞ്ഞ വർഷം കുഴൽനാടനെതിരെ ഏറ്റവും രൂക്ഷമായ വലിയ നീക്കം നടക്കുന്നു. CPMന്റെ എല്ലാ തരത്തിലുമുള്ള വലിയ നീക്കങ്ങൾ കുഴൽനാടനെതിരെ നടക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. പിന്നീട് ഷോൺ ജോർജ് അതിലേക്ക് പങ്കാളിയാകുന്നതോടുകൂടി ആ കേസ് SFIO എന്ന് പറഞ്ഞ മറ്റൊരു ഏജൻസി, വലിയൊരു ഏജൻസി, കേരളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു കേന്ദ്ര ഏജൻസി ഇതിന് ഒരു അന്വേഷണത്തിന് വരുന്നു. ഈ അന്വേഷണത്തിലൂടെ നമ്മൾ എന്താ കരുതിയിരുന്നത്? മുഖ്യമന്ത്രിയും പിണറായി വിജയനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളൊക്കെ വലിയ രീതിയിൽ പെടാൻ പോകുന്നു, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, CPM വലിയ പ്രതിരോധത്തിലാവുന്നു എന്ന് കരുതിയത്. പക്ഷെ എന്താ സംഭവിച്ചത്? SFIയുടെ അന്വേഷണം യഥാർത്ഥത്തിൽ ഇപ്പോൾ എവിടെയാണെന്നതിനെ കുറിച്ച് ആർക്കും നിശ്ചയമുണ്ടോ? ഷോൺ ജോർജിന് പോലും നിശ്ചയമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിനിടയിൽ നമുക്കറിയാം, കേരളത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായി. നേരത്തെ CP സൂചിപ്പിച്ച കരിവണ്ണൂർ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ ചോദ്യം ചെയ്യുന്നു, പല CPMന്റെ ഉന്നത നേതാക്കന്മാരെയും ചെയ്യുന്നു, മുൻ മന്ത്രിയെ ചോദ്യം ചെയ്യുന്നു, പലരെയും അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നു. എന്താ സംഭവിച്ചത്? അവസാനം എവിടെ എത്തി? ഇത് രാഷ്ട്രീയമായിട്ട് BJPക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടായി എന്നുള്ള സത്യമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വച്ചു മാറുന്ന അവസ്ഥയാണ് വേണ്ടത്. എന്തിന്? നമുക്കറിയാം, മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ട് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് ED 3 തവണ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടിയിട്ട് ഇലക്ഷന്റെ 10 ദിവസം മുന്നേ വരെ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ED ഇപ്പോൾ എവിടെ പോയി? എങ്ങനെയാണ് ഇവിടുത്തെ ഏത് ചായക്കടയിൽ പോയി നോക്കിയാലും 2 EDനെ കാണുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ED എന്ന ആ ഏജൻസിയെ കാണാനേ ഇല്ലാത്തത്? അല്ല, കിഫ്ബിയെ കുറിച്ച് ഇപ്പോൾ ഒരു അന്വേഷണമില്ല. കിഫ്ബിക്കകത്ത് വന്നിട്ടുള്ള ഫണ്ട് എവിടെ നിന്നാണ്, അതിന്റെ സോഴ്സ് എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള അന്വേഷണവും EDയുടെ ഭാഗത്തു നിന്നില്ല എന്ന് വേണം നമ്മൾ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്തുകൊണ്ടാണ് ഇത്തരം ഏജൻസികളൊക്കെ കേരളം വിട്ടുപോയത്? ഏത് തരത്തിലുള്ള ഒരു പരസ്പരമായ ഒരു ധാരണയാണ് ഉണ്ടാക്കിയെന്നുള്ളത് BJPയും വ്യക്തമാക്കേണ്ടതുണ്ട്, CPM വ്യക്തമാക്കേണ്ടത്. ഇപ്പം പല കേസുകളിലും CPM പെട്ടു, CPM നേതാക്കന്മാർ പെട്ടു എന്നുള്ള അവസ്ഥയിൽ നിന്നും എങ്ങനെയാണ് ഈ കേസിൽ നിന്ന് മോചനം നേടിയെന്നുള്ള ഒരു വലിയൊരു അഭ്യാസമുണ്ട്. അത് കൃത്യമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഏറ്റവും അവസാനമായിട്ട് വന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ തൃശ്ശൂരിലുള്ള പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ വിവാദം നമുക്കറിയാം. പൂരം കലക്കിയാണ് സുരേഷ് ഗോപിയെ അവിടെ വിജയിപ്പിച്ചെടുത്തതെന്നും ഇതിന് പിന്നിൽ വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടന്നുവെന്നും അതിനുവേണ്ടി സർക്കാർ പ്രതിനിധിയായി അല്ലെങ്കിൽ CPMന്റെ പ്രതിനിധിയായി പങ്കെടുത്തത് MR അജിത് കുമാർ ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള, ADGP ആയിരുന്ന MR അജിത് കുമാർ ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയൊരു വിവാദം ഇവിടെ ഉണ്ടായി. ഈ ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ കക്ഷികൾ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഈ ആരോപണമായി മുന്നിൽ വന്നത് ആരായിരുന്നു? CPI ആയിരുന്നു. CPIന്റെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഏത് തരത്തിലുള്ള മറുപടിയാണ് ഇപ്പോൾ കിട്ടിയത്? ഈ ദിവസങ്ങളിലെല്ലാം അന്വേഷണം നടക്കുന്നു, അതിനു വേണ്ടിയിട്ട് 3 ലെയർ അന്വേഷണ സമിതി ഉണ്ടാക്കുന്നു, ഉന്നതരായ IPS ഓഫീസർമാർ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തുന്നു. എവിടെയാണ് ഈ കേസ്? എവിടെ എത്തി? ഈ കേസിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാം? പൂരം കലക്കലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും സുനിൽകുമാർ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അല്ല, അത് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രത്യേക ഏജൻസി വന്നത്. എന്തുകൊണ്ടാണ് ഈ ഒച്ചിന്റെ വേഗതയിൽ അന്വേഷണങ്ങൾ നേരുന്നത്? ഈ മാത്രമല്ല, കൊടകരയിലെ കുഴൽപ്പണ കേസിൽ അന്ന് BJPയുടെ പല നേതാക്കന്മാരും, എന്തിന് സംസ്ഥാന പ്രസിഡന്റായിരുന്ന K സുരേന്ദ്രന്റെ പേര് വരെ ഈ കേസുമായി വന്നു.
അപ്പൊ സുരേന്ദ്രനോ പിന്നീട് ഏതെങ്കിലും BJP നേതാക്കന്മാർക്കോ ഈ കൊടകര കുഴൽപ്പണം കേസിൽ ബന്ധമില്ലാത്ത രീതിയിലേക്ക് കേസ് മാറ്റി എഴുതുകയും അവസാനം അത് ആവിയായി പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കണ്ടത്. എങ്ങനെയാണ് ഈ കൊടകര കുഴൽപ്പണ കേസ് വീണ്ടും പൊങ്ങി വന്നത്? കൊടകര കുഴൽപ്പണ കേസ് എന്നുള്ളത് ഒരു പണം തട്ടിയ കേസായിരുന്നു. യഥാർത്ഥത്തിൽ അതായിരുന്നില്ല. കോഴിക്കോട് സ്വദേശിയായ ശിവരാജൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹത്തിന് എന്താണ് സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധം? ഈ പണം എങ്ങനെയാണ് കർണാടകത്തിൽ നിന്ന് ഇവിടെ കയറ്റി കൊണ്ടുവന്നത്? ചാക്ക് കെട്ടിന് പണം എങ്ങനെയാണ് BJPയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത്? അതിന് അദ്ദേഹം കാവൽ നിന്നു എന്ന് പറഞ്ഞില്ല. അന്ന് ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ വിഷയം ഉണ്ടായത്. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ജനാധിപത്യ രീതിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് പണം ഒഴുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റം കൂടി, ക്രിമിനൽ കുറ്റം കൂടിയാണ്. അപ്പൊ ഇത്തരത്തിൽ ഉള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ കള്ളപ്പണം ഒഴുക്കി എങ്ങനെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി BJP കൂട്ടുന്നതെന്നുള്ള വലിയ വിഷയമുണ്ട്. ഇവിടെയാണ് പിണറായിക്കെതിരെയും അല്ലെങ്കിൽ മറ്റ് CPM നേതാക്കന്മാർക്കെതിരെയും നടക്കുന്ന ഇത്തരത്തിലുള്ള വലിയ കേസുകളെ എങ്ങനെയാണ് ഈ കോംപ്രമൈസ് ചെയ്യുന്നത് വെച്ചാൽ, തൊട്ടപ്പുറത്ത് ഇതിനേക്കാൾ വലിയ കേസ് നിലനിൽക്കുമ്പോൾ ഈ രണ്ട് കേസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്ത് ഈ SFIOയുടെ കേസിന്റെ, അതായത് വീണ വിജയനെതിരെയുള്ള SFIO കേസിന്റെ ഒരു SFIOയുടെ ആ ഒരു സ്പെഷ്യൽ ടീം, അതിന്റെ അന്വേഷണം നവംബറിൽ അവസാനിക്കേണ്ടിയിരുന്നതാണ്. പക്ഷെ നവംബറിൽ ഇത് അവസാനിച്ചിട്ടില്ല. ഇപ്പൊ അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. അതിന്റെ കാലാവധി എത്ര എന്ന് പറയുന്നില്ല. ആ കേസ് ഇപ്പൊ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു എന്ന് പറയുന്നില്ല. അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ SFIO തയ്യാറാകുന്നത്. അതിലൊരു വലിയ ഗെയിം നടന്നിട്ടുണ്ടെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് SFIO വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഡിസംബർ ഏതാണ്ട് 20 ഈ കേസ് അന്വേഷണം പൂർത്തിയാവുമെന്നും ഈ അന്വേഷണ റിപ്പോർട്ട് ധനകാര്യ വകുപ്പിന്, അതായത് കേന്ദ്ര ധനകാര്യ വകുപ്പിന് സമർപ്പിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഫ്രോഡ് തരത്തിലുള്ള വിഷയങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണല്ലോ SFIO എന്ന് പറയുന്നത്. അപ്പം ഈ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുമെന്നും ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ അന്തിമമായ തീരുമാനം എടുക്കാനുള്ള ചുമതല ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണെന്നും കേന്ദ്ര ധനകാര്യ വകുപ്പ് എന്ത് തീരുമാനം എടുക്കുന്നു എന്നതിനെ കുറിച്ച് ഇരിക്കും ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്നാണ് SFIO പറഞ്ഞത്. SFIO എന്ന് പറയുന്ന അവർക്ക് അന്വേഷണം നടത്തി ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ ഏതെങ്കിലും തരത്തിൽ ശിക്ഷാ നടപടി സ്വീകരിക്കാനോ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കാനോ പറ്റുന്ന ഒരു ഏജൻസി അല്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇതേ കേസിൽ തന്നെ CMRL വലിയ തരത്തിലുള്ള അന്വേഷണം നടന്ന ED-യുടെ ഈ അന്വേഷണത്തിൽ എന്താ സംഭവിച്ചത്? എന്തിന് ED പലതവണ കേസ് കൊടുക്കുന്നു കരിമണൽ കർത്തയ്ക്ക് വരാൻ പറ്റുന്ന ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു. കരിമണൽ കർത്തയുടെ ഓഫീസുമായി CMRL ഓഫീസുമായി ബന്ധപ്പെട്ട് വിരമിച്ച ഉദ്യോഗസ്ഥരെ പോലും ദിവസങ്ങളോളം ചോദ്യം ചെയ്തിട്ടുണ്ട്, ഡേ നൈറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചിട്ട് ED-യും ഇതുവരെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ കരിമണൽ കർത്തയെ ഇതാ അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ കരിമണൽ കർത്ത കാര്യങ്ങളൊക്കെ ഇതാ തെളിച്ചു പറയാൻ പോകുന്നു, മുഖ്യമന്ത്രിയുടെ മകൾ ഇതാ പെടാൻ പോകുന്നു, മുഖ്യമന്ത്രി വലിയ പ്രതിരോധത്തിലാണ് എന്നൊക്കെ ഇലക്ഷന് മുന്നേ പറഞ്ഞിരുന്നു എങ്കിൽ പോലും ഇലക്ഷന് ശേഷം 6 മാസക്കാലമായിട്ട് ഈ കേസിലൊന്നും യാതൊരു തരത്തിലുള്ള എൻക്വയറി നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ വ്യക്തമായ ഒരു കാരണമുണ്ട്. ഇതിലൊക്കെ കൃത്യമായിട്ട് കോംപ്രമൈസിങ് നടക്കുന്നു. ഇവർ നേരത്തെ സിബി പറഞ്ഞ പോലെ ചേട്ടൻ ബാബയും അനിയൻ ബാബയും ഇരുന്നുകൊണ്ട് കാര്യങ്ങളിലെല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കുന്നു നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ വയനാട്ടിലെ വിഷയത്തിൽ, വയനാട്ടിലെ ചുരൽമലയിലും ഉണ്ടായ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പിന്നെയും വിവാദങ്ങളിലേക്ക് കൊണ്ടുവന്ന് വിവാദങ്ങളിലൂടെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വയനാട്ടിൽ നടന്ന ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി തലത്തിൽ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിനു വേണ്ടിയിട്ട് ഒരു സമിതിയെ നിയമിക്കുകയും ഈ സമിതി കൃത്യമായി കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നെങ്കിൽ നേരത്തെ തന്നെ നഷ്ടപരിഹാരം കിട്ടിയേനെ. അതിന് പകരം കണക്കുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു, ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? യഥാർത്ഥത്തിൽ പിണറായിയുടെ ആവശ്യമാണ്, മോദിയുടെ ആവശ്യമാണ്. അത്തരത്തിലുള്ള വലിയ കള്ളക്കളികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ നമ്മൾ കാണേണ്ടത്. അല്ല, ഈ വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് കർണാടക സർക്കാർ ഏകദേശം 130 വീടുകൾ വെച്ച് നൽകാമെന്നൊരു വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചൊന്നും സംസ്ഥാന സർക്കാർ ചർച്ച ചെയ്യുന്നില്ല. അതുകൂടാണ്ട് വിവിധ സന്നദ്ധ സംഘടനകൾ 500ഓളം വീടുകൾ ഓഫർ ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഇത്രയും വീടുകൾ വാഗ്ദാനമായി ഇവിടെ കിടക്കുമ്പോൾ ആ വീടുകൾ എങ്ങനെ അവർക്ക് വെച്ച് നൽകാം എന്നതിനെ കുറിച്ച് ഒരു ടീമിനെ വെച്ച് അത് വേണ്ട രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറാവുന്നില്ല. അതേസമയം 130 വീട് പണിയുവാനുള്ള പണം നൽകാമെന്ന് കർണാടക സർക്കാർ പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഈ നിമിഷം അടുത്ത നെക്സ്റ്റ് ഫ്ലൈറ്റിന് ബാംഗ്ലൂർ എത്തും. അതാണ് എൻ്റെ വ്യത്യാസം. പണം മാത്രം മതി, അതല്ലാതെ മറിച്ച് ആളുകൾക്ക് ഞാൻ പറയട്ടെ മറ്റേ ഈ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാനാണെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മുടെ ഈ നാട്ടിൽ നിന്നൊക്കെ ദുരിതാശ്വാസത്തിലേക്ക് സംഭാവന ചെയ്യുന്നത്. പക്ഷെ ആ ഫണ്ട് എന്താ കാണിക്കുന്നത്? അല്ല, അതായത് വയനാടിന്റെ കണ്ണീരൊപ്പാൻ
എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള ക്യാമ്പയിൻ നടത്തിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വീകരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ 10 രൂപ കൊടുത്ത ആളുകൾക്ക് പോലും യഥാർത്ഥത്തിൽ ഈ ഫണ്ട് എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് അറിയാനുള്ള സാമാന്യമായ അധികാരമുണ്ട്. അപ്പോൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഈ ഫണ്ടിലേക്ക് വലിയ ക്യാമ്പയിൻ നടന്നു. ഇപ്പം ഞാനടക്കം നമ്മളെ ചർച്ചയിലൊക്കെ പറഞ്ഞാണ് ഒരു തരത്തിലും ഇതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സംഭാവന നൽകണം എന്നുള്ള നിലപാടിനെ നമ്മൾ സ്വീകരിച്ചത്. പക്ഷേ വയനാടിന്റെ കണ്ണീരൊപ്പാൻ എന്ന് പറഞ്ഞുകൊണ്ട് പിരിച്ചെടുത്ത ഇത്രയും പണം എന്തുകൊണ്ടാണ് വയനാടിന്റെ കണ്ണീരൊപ്പാൻ വേണ്ടി ഇപ്പോഴും ഉപയോഗിക്കാത്തതെന്നുള്ള ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം പറഞ്ഞിട്ടില്ലെന്നേ. കേന്ദ്ര സർക്കാർ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ആഭ്യന്തര വകുപ്പ് ഈ പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടത്താത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് വളരെ വ്യക്തമായി ഉത്തരം പറഞ്ഞിട്ടില്ല. അതിന് പകരം എന്താണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം 1 രൂപ പോലും തൊടാതെ വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ പണം വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകളെടുത്ത് കാണിക്കുന്ന ഏറ്റവും ക്രൂരമായ നടപടിയാണെന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് വന്ന പണം ഉപയോഗിച്ചുകൊണ്ട് സ്ഥലം കണ്ടെത്താനും ഈ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ ഇനിയിപ്പം നമ്മളിതിൽ കാണേണ്ട ഒരു വലിയ വിഷയമുണ്ട്. കാരണം എന്താ പറയുക, ഇപ്പം ഡിസംബറായി, ഇനി നമ്മുടെ മുന്നിൽ എത്ര കാലം ഉള്ളത്? നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് കാലമല്ലേ ഉള്ളൂ. 5 മാസമാണ് നമ്മൾ ഈ കാലാവസ്ഥ നന്നായി കിടക്കുക. ജൂൺ തൊട്ട് വീണ്ടും മഴ പെയ്യും. ഈ മഴ പെയ്യുന്ന സമയത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നെയും വൈകും. അപ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഒരു താമസിക്കാനുള്ള ഒരു അവസരം ഇനിയും നമ്മൾ കാണേണ്ടത് 1 വർഷം കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഏതാണ്ട് 4 മാസക്കാലമായി വാടക വീടിലും വലിയ അസൗകര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഈ പാവപ്പെട്ട ജനങ്ങൾക്ക്, പാവപ്പെട്ടവനും പണക്കാരനും ഒക്കെ അവിടെ ഒരുപോലെയാണ് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും തരത്തിൽ മാനസികമായി അവരെ തീർച്ചയായും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അത് കേന്ദ്ര സർക്കാരിനുണ്ട്, കേരള സർക്കാരിനുണ്ട് എന്നിരിക്കെ ഇവർ ഇതിനെല്ലാം രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്നു നമുക്ക് തോന്നുമ്പോഴും ഇവർ പരസ്പരം കൈകോർത്തുകൊണ്ട് ആളുകളെ പറ്റിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളൊരു യഥാർത്ഥ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് BJP-യുടെയും CPM-ന്റെയും ഒത്തുകളിയാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ 2 പാർട്ടികളുടെയും രാജാണ്. അതായത് ഏകാധിപത്യ രാജാണ്. ആ രാജിൽ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളും പങ്കാളികളാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ അവർക്ക് വിളിച്ചു പറയുവാൻ ഒരുപാട് സത്യങ്ങൾ ഇവിടെ അവശേഷിച്ചിരിക്കെ അതൊന്നും വിളിച്ചു പറയാൻ തയ്യാറാവാത്തതിനർത്ഥം ഈ ഏകാധിപത്യ രാജിൻ്റെ മേലാളന്മാർ ഇവരെ ഹൈജാക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇതിനെതിരെ പൊതുജനങ്ങൾ തന്നെ ഉണരേണ്ട സമയമായിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.